നമസ്കാരം. കൊണ്ടാലും പഠിക്കാത്ത ഒരു പാർട്ടിയായി മാറി കേരളത്തിലെ CPM. കാര്യം മറ്റൊന്നുമല്ല, പിണറായി വിജയൻ തന്നെ. യഥാർത്ഥത്തിൽ അണികളോട് തുറന്നു പറയാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാം, ആരും ദേഷ്യപ്പെടില്ല, ക്ഷമയോടെ കേട്ടിരിക്കും, ക്ഷമയോടെ മറുപടി പറയും എന്ന് പറഞ്ഞ MV ഗോവിന്ദന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ പാർട്ടിക്ക് തന്നെ കുരുക്കായിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അണികൾ തുറന്നു പറഞ്ഞു തുടങ്ങി. നിശ്ചയിച്ച സമയത്തിന്റെ ഇരട്ടിയും മൂന്നിരട്ടിയും അധിക സമയം പാർട്ടി കമ്മിറ്റികൾ നടക്കുകയാണ്. കേരളത്തിൽ ഇങ്ങറ്റം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ മുതൽ കണ്ണൂർ വരെ എടുത്താലും കാസർഗോഡ് എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. തുറന്നു പറച്ചിൽ കൊണ്ട് നേതാക്കൾക്ക് പൊറുതി മുട്ടിയിരിക്കുകയാണ്. തുറന്നു പറച്ചിലിന്റെ കൂരമ്പുകൾ നേരിട്ടേൽക്കുന്നത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ അണികളെന്നല്ല, സാധാരണ തട്ടിലുള്ള നേതാക്കൾ പോലും പിണറായി വിജയന്റെ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല, MV ഗോവിന്ദന്റെ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. ഇവർ രണ്ടുപേരും മാറി നിന്ന് യുവതലമുറയെ പാർട്ടി നേതൃത്വ സ്ഥാനവും പ്രതിപക്ഷ നേതാവ് സ്ഥാനവും ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി അണികളുടെ അഭിപ്രായം. താൻ പോരുമയും ജനങ്ങളോട് അടുപ്പമില്ലാത്ത അവസ്ഥയും എന്തിനും അഹങ്കാരവും കാണിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കാൻ യാതൊരു അർഹതയുമില്ല എന്നും, പിണറായി പ്രതിപക്ഷ നേതാവായാൽ പാർട്ടി പാടെ തകരുകയുള്ളൂ എന്നും അണികൾ നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. അതുപോലെ തന്നെ MV ഗോവിന്ദൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഉള്ള ധാർഷ്ട്യത്തിന്റെ ശരീരഭാഷയും അഹങ്കാരത്തിന്റെ വായ്മൊഴിയും മാറ്റണം എന്ന് തന്നെയാണ് പാർട്ടി അണികളുടെ അഭ്യർത്ഥന. അല്ലെങ്കിൽ പാർട്ടി ഇനിയും തകരും, ഇനിയൊരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാത്ത വിധം പാർട്ടി തകരും എന്ന് തന്നെയാണ് നേതാക്കളുടെ മുഖത്ത് നോക്കി താഴെത്തട്ടിലുള്ളവർ വിളിച്ചു പറഞ്ഞത്. തോൽവിക്ക് കാരണം ഒരിക്കലും ഭരണവിരുദ്ധ വികാരമായിരുന്നില്ല എന്നും അത് യഥാർത്ഥത്തിൽ പിണറായി വിരുദ്ധ വികാരം മാത്രമായിരുന്നു എന്നും അണികൾക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നു നേതൃത്വത്തെ. എന്നാലും നേതാക്കൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. എന്തും തുറന്നു പറയാം എന്ന് നേതൃത്വം നൽകിയ വാക്കിന്റെ പുറത്താണ് ഈ തുറന്നു പറച്ചിലുകൾ. നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞും വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞും വിമർശനമുണ്ടായി. സാധാരണ ജനങ്ങളോട് അടുക്കാത്ത, സാധാരണ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന പിണറായിയൻ ശൈലി മാറ്റണം. അതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്, പിണറായിയൻ ശൈലി മാറ്റണം. അത് മാറ്റാത്തിടത്തോളം കാലം പാർട്ടിക്ക് മുന്നോട്ട് പോക്കുണ്ടാവില്ല, നാളെ ഒരു കാലത്ത് ഉയർത്തെഴുന്നേൽപ്പുണ്ടാക്കില്ല എന്ന് തന്നെയാണ് അംഗങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഒരിക്കലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനായിരുന്നില്ല ജനവിധിയെന്നും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് തെറ്റായിപ്പോയി എന്നും മാറണമെന്നും അഭിപ്രായം ഉയർന്നു. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദനും മാറണം എന്നുള്ള വിമർശനം പരക്കെ ഉയർന്നു. ഇത് ഒരിക്കലും ഭരണത്തിന്റെ വീഴ്ചയല്ല, പിണറായിയുടെ മാത്രം തെറ്റല്ല, ഇത് പാർട്ടി നേതാക്കളുടെ ഒന്നിച്ചുള്ള കൂട്ടുത്തരവാദിത്വമാണ് എന്നുള്ള MA ബേബിയുടെ പ്രസ്താവനയ്ക്കും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു. ഇത് പിണറായി വിരുദ്ധതയുടെ വോട്ടാണ്, പിണറായി വിരുദ്ധ വികാരമാണ് ഉണ്ടായത് എന്ന് അംഗങ്ങൾക്ക് പേരെടുത്ത് പറയേണ്ടി വന്നു. പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമൊക്കെ ഈ ശൈലിയാണ് തുടരുന്നതെങ്കിൽ സർ CP രാമസ്വാമി അയ്യരുടെ ഗതി ഇവർക്കുമൊക്കെ ഉണ്ടാകും, പാർട്ടിയും അമ്പയെ വേറിട്ടു പോകും എന്നുവരെ വിമർശനമുണ്ടായി. ഇത് പാർട്ടിയുടെ തകർച്ചയുടെ ആരംഭമാണെന്നും ഇനി ഉയർത്തെഴുന്നേൽക്കാൻ പാടാണ് എന്നുപോലും വിമർശനങ്ങൾ ഉണ്ടായി. ഇത്രയധികം വിമത പ്രശ്നം CPM-ൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നും വിമതർ പോലും പാർട്ടി കോട്ടകളിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് പിണറായിയുടെ ശൈലിയുടെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ശൈലി കൊണ്ട് മാത്രമാണ് എന്നുള്ള വിമർശനവും പരക്കെയുണ്ടായി. പാർട്ടി കോട്ടകളിലടക്കമുണ്ടായ വീഴ്ചകൾ അംഗങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. അത് പാർട്ടിയുടെ നാശത്തിലേക്കുള്ള പോക്കാണ് എന്ന് വരെ തുറന്നടിച്ചു. പാർട്ടി എപ്പോൾ തോറ്റാലും നടത്തുന്ന ന്യായീകരണങ്ങൾ കൊണ്ട് അംഗങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ല, വോട്ട് കുറഞ്ഞില്ല, എതിരാളിക്ക് വോട്ട് കൂടിയില്ല എന്ന് തുടങ്ങിയുള്ള പറച്ചിലുകൾ അംഗങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്. കൃത്യമായ സത്യസന്ധമായ വിശകലനം നടത്തി സാധാരണ ജനങ്ങളെ അത് അറിയിക്കുന്നതിന്, ശരിയായ ഭാഷയിൽ അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കാണിക്കണമെന്നും അംഗങ്ങൾ വിമർശിച്ചു. അല്ലാതെ MV ഗോവിന്ദൻ വന്ന് പറയുന്ന ശൈലിയിൽ, സാധാരണ ജനങ്ങൾക്കെന്നല്ല ആർക്കും മനസ്സിലാകാത്ത എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ശൈലിയിൽ പാർട്ടിയുടെ
വിശദീകരണങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കരുത്, അത് പരിഹാസ്യമാക്കുകയുള്ളൂ എന്ന വാദവും നിറഞ്ഞു. പിണറായി വിജയൻ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യനായ ഒരാളല്ല എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയായി മാറിയേക്കാമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന പ്രതിപക്ഷ നേതാവായി മാറിയേക്കാമെന്നുമുള്ള പരിഹാസങ്ങൾ പോലും എത്തി. പിണറായിയാണ് ഏക നേതാവ് എന്ന രീതിയിൽ ഏകാധിപത്യ പ്രവണതയാണ് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയത്. അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ആരോഗ്യരംഗത്തെക്കുറിച്ചും വിമർശനമുണ്ടായി. നമ്പർ 1 ആരോഗ്യരംഗമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും മന്ത്രിമാരും പാർട്ടി MLA-മാരും ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്നതുമൊക്കെ വിമർശനത്തിന് വിധേയമായി. ഏറ്റവും രൂക്ഷമായ പ്രതികരണമാണ്, വിമർശനമാണ് ഇത്തവണ ഇതുവരെ നടന്ന ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടായിട്ടുള്ളത്. പാർട്ടി സ്വയം തിരുത്തിയില്ലെങ്കിൽ അണികൾ പാർട്ടിയെ തിരുത്തും എന്ന നിലയിലുള്ള സൂചനയുമുണ്ടായി. അതുതന്നെയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും, അല്ലെങ്കിൽ പാർട്ടി ഒരിക്കലും തോൽക്കാത്ത സ്ഥലങ്ങളിൽ വിമതർ പോലും ജയിച്ച അവസ്ഥ ചൂണ്ടിക്കാട്ടി അംഗങ്ങൾ വിമർശിച്ചത്. ഇതൊക്കെയാണെങ്കിലും പോളിറ്റ് ബ്യൂറോ പോലും എതിർത്തിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുകയാണ് പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനം. ഇത് പാർട്ടിയുടെ ഗതികേടിലേക്കുള്ള പോക്കാണ്. അണികളുടെ വിമർശനം കണ്ട് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ പാർട്ടി എന്നേക്കുമായി അസ്തമിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.